യെസ് ഗൈസ്, ഇത് നമ്മൾ ചില്ല് ചെയ്യാൻ പോവാണ്. ഗൗതം, come on. Say hi to my audience. Oh no. ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡും ഒട്ടും അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പം ഒരുപാട് ട്രെയിൻ ജേർണി ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് കോട്ടൊക്കെ തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇറ്റ്സ് മീ രഞ്ജിമ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ട്രിവാൻഡ്രം പോവുകയാണ്. എനിക്ക് ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാം ഉണ്ട്, എന്താണെന്നുള്ളത് ഞാൻ വഴി പറയാം. അപ്പം ഞാൻ ട്രെയിനിൽ കയറി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം എനിക്ക് വിശന്നപ്പോൾ ഞാൻ 2 പരിപ്പ് വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞാൻ ലഞ്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പരിപ്പ് വട കഴിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രെയിനിലിരുന്നിട്ട് നെയിൽ പോളിഷ് ഇട്ടു ഗൈസ്. അങ്ങനെ ഏകദേശം 6:15 ഞാൻ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ തൽക്കാലം ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സാമ്പാറിനൊക്കെ നമ്മളുടെ അവിടുത്തെ എന്ന് വെച്ചാൽ കോഴിക്കോട് നമ്മളുടെ നാട്ടിൽ സാമ്പാറിനെക്കാട്ടൊക്കെ ഡിഫറൻസ് ഉണ്ട്, ഒരു തമിഴ്നാട് ടച്ച് ഉണ്ട്. എനിക്കത് ഫീൽ ചെയ്തു. ആൻഡ് നല്ല മസാല ദോശയായിരുന്നു കേട്ടോ, എനിക്ക് കുറച്ച് എരിഞ്ഞു. ഇവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പുറത്തോട്ട് പോവാണ്. ആകെ വയ്യാണ്ടായി, ഭയങ്കര ടയേർഡായി, തലവേദന ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞാനൊരു ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. നമുക്ക് UST ഫുൾ കാണാൻ പറ്റും, നല്ല നൈറ്റ് വ്യൂ ആണ്. ആൻഡ് ഫുഡ് കഴിച്ചു. ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിച്ചില്ല, ജസ്റ്റ് മഷ്റൂം, പ്രോൺസ് ഇതൊക്കെ കഴിച്ചുള്ളൂ, ഒരു ഓംലേറ്റ് ഇതൊക്കെ കഴിച്ചുള്ളൂ. മോർണിംഗ് ഗൈസ്. അപ്പോൾ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം 10:30-ക്കാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ലഗേജ് ഒന്ന് എനിക്ക് എൻ്റെ റൂംമേറ്റിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ, ശരിയാ, ബൈ. ഞാനിതാ ഇവിടെ ഒരു തിയേറ്ററിൽ വന്നേക്കുവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 1 year മുമ്പ് ഞാനൊരു OTT മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ റിലീസാണിന്ന്. ഞാൻ ആദ്യമായിട്ട് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഐ ആം സോ എക്സൈറ്റഡ്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അകത്തോട്ട് പോയി നോക്കട്ടെ. കാണാം. എനിക്കിന്ന് ബോളി ആൻഡ് പായസം അടപ്രഥമൻ കഴിക്കണം എന്നുണ്ട്, കിട്ടിയാൽ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഐശ്വര്യൻ്റെ റൂമിലോട്ട് പോകണം. നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, ആഫ്റ്റർ 1 year. അതെ, ആഫ്റ്റർ മോർ ദാൻ 1 year. അതെ, അവിടെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും, കാർത്തിക് ശങ്കറിൻ്റെ ഒക്കെ ഇതിനകത്തെ ഷോർട്ട് ഫിലിം അതൊക്കെ. അപ്പം ഞങ്ങൾ അകത്തോട്ട് പോവാണ്. 10:30-ക്കാണ് ഫിലിം. 10:30-ക്കാണ്, പക്ഷെ കുറച്ച് ചിലപ്പോൾ ഡിലേ ഉണ്ടാവും. ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഓൾ കമ്മിങ് 1 by 1. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം അല്ലേ? താങ്ക് യു സോ മച്ച്. സോ അയ്യോ, അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ഫിലിം ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ എൻ്റെ ഒരു ഫ്ലെക്സ് ഞാനൊരു തിയേറ്ററിൽ കണ്ടപ്പം ഐ വാസ് സോ ഹാപ്പി. എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. സോ ഇനിയിപ്പം എന്താ പറയുക, ഇതൊങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ ഈ ആദ്യം തന്നെ പറഞ്ഞ എഡിറ്റിങ്ങിലും ക്യാമറയിലൊക്കെ വളരെയധികം ഫുൾ. അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഞാനും ഗൗതമിയുടെ അമ്മയും കൂടെ നേരെ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം കേരള മീൽസ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ് പോയത്. അവിടുന്ന് ഞാൻ ഫിഷ് കറി മീൽസും അവർ നോർമൽ വെജ് മീൽസും കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളുടെ അവിടുന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള
കറികളുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. കൊള്ളാം, എനിക്കിഷ്ടമായി. ചിലപ്പോൾ പിരിയുന്നിപ്പം ചിലപ്പം അതെ. നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചു. അതെ, എനിക്ക് ഏതോ കേരള ഹൗസ് എന്നുള്ള സ്ഥലത്ത് വന്ന് മീൽസൊക്കെ കഴിച്ചു. നല്ല മീൽസായിരുന്നു. ഗൗതമിയുടെ പറഞ്ഞത് പ്രകാരമാണ് ഇവിടെ വന്നത്. കൊള്ളാം. ഇവിടുത്തെ നല്ല ഫുഡ് ആയതുകൊണ്ട് നമ്മളുടെ അവിടുത്തെ കോഴിക്കോട് ഫുഡിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ഗൗതമിന്റെ അമ്മ എല്ലാവരും ഞങ്ങൾ പിരിയാണ്. അപ്പം ഹായ് അമ്മ. അപ്പം കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കേ. അതെ, കാണാം. ഇനി കൊച്ചിയിൽ അടുത്ത മീറ്റിംഗ് കൊച്ചിയിൽ. ഗോത്രിയുടെ അമ്മയുടെ പേര് കൂടി അറിയണ്ടേ? അത് ഞങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കും. അതൊക്കെ പഠിക്കേണ്ടി വരും. പഞ്ചാബിയാണ് നിൽക്കുന്നത്. പഞ്ചാബിയാണ്, സിഖാണ്. പഞ്ചാബി എന്തൊരു ഡയലോഗാണ്? ഹലോ തുസിക്കാവോ? എനിക്കറിയില്ല. എഡിറ്റ് ചെയ്തേക്കണേ. എന്തൊക്കെയുണ്ട് വിശേഷം? കി ഹാൽ ചാൽ ഹൈ. की हाल हाल चाल है. हाल चाल है എന്നുണ്ടോ? की हाल चाल है. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഊബർ എടുത്തിട്ട് ഞാൻ തമ്പാനൂർ ബസ് സ്റ്റേഷനിലോട്ട് പോയി. എനിക്ക് ഐശ്വര്യൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ മര്യാദ കണ്ടില്ലല്ലോ നിങ്ങളൊരു ബ്ലാക്ക് ഡ്രസ്സാണ്, നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പക്ഷേ ചൂടെടുക്കുന്നുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു ട്രിവാൻഡ്രം. ഗൈസ്, അങ്ങനെ റിവ്യൂ റിലീസൊക്കെ കഴിഞ്ഞു. എനിക്കിനി ഐശ്വര്യൻ്റെ വീട്ടിൽ പോയിട്ട് ലഗേജ് എടുക്കണം. ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. ഒട്ടും വയ്യ എനിക്ക്. ഇനിയിപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലുള്ള അവളുടെ വീടിൻ്റെ സ്റ്റോപ്പ് എനിക്കറിയാം. ഞാനിപ്പോൾ ആറ്റിങ്ങൽ ബസ് കയറുന്നു. ഇങ്ങനെ ചൂടെടുത്തിട്ട് വയ്യ. ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് പനിക്കുന്നു. ഞാൻ ബസ്സിലിരുന്ന് നേരെ നോക്കിയപ്പോഴേ ഒരു കാക്കക്കൂട് ഇട്ടോടെ അതിനകത്ത് 2-3 കാക്കേൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. രോമൊന്നും വന്നിട്ടില്ല, ഭയങ്കര ക്യൂട്ട്. യെസ്, ഞാൻ ഐശ്വര്യയുടെ വീട്ടിലെത്തി. ടയേർഡായി. ഇനി എനിക്ക് ഫ്രഷ് ആവണം. അപ്പം ഇനി നമുക്ക് യെസ് ഗൈസ്, ഇവിടെ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, ഇവിടെ അല്ല, നിന്നെ അതെ, ഞാനാണ് ഗസ്റ്റ്. ഇവിടെ സ്ഥിരം കസ്റ്റമർ ഒരാളുണ്ട്. ഇവിടുത്തെ ഒറിജിനൽ പ്രൊഡക്ഷനിലുള്ള ആളുണ്ട്. ഒറിജിനൽ പ്രൊഡക്ഷൻ ഐശ്വര്യ, സ്ഥിരം കസ്റ്റമർ. യെസ് ഗൈസ്, ഇത് നമ്മൾ ചില്ല് ചെയ്യാൻ പോവാണ്. ഗൗതം, കമോൺ. എനിക്കറിയാം നീ വരുന്നു. യെസ് ഗൈസ്, എന്റെ പല്ല് എന്റെ പല്ലിന്റെ കുഴപ്പം ഗ്യാപ്പായിരുന്നു. ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ മാറിയോ? ഇപ്പൊ മാറി. ഭയങ്കര ഗ്യാപ്പായിരുന്നു. ഒരു 5-6 ട്രെയിൻ പോവാന്നുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഐശ്വര്യയുടെ മമ്മി ഇത് ചിക്കൻ ഫ്രൈ ചെയ്തു. ഓൺ ദ വേ. അഞ്ജന കുളിക്കണം. കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഡിന്നറിന് ദോശയുണ്ട്, ചമ്മന്തി, സവോള, ചിക്കൻ ഫ്രൈ. ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്പെഷ്യൽ, ട്രിവാൻഡ്രം സ്പെഷ്യൽ രസവട. ഇതിൽ രസവും ഉണ്ട്, വടയ്ക്ക് പകരം പരിപ്പ് വട. പരിപ്പ് വട ഇട്ട രസം. ഇത് ടേസ്റ്റ് നോക്കാം. ഓക്കെ ആണോ? കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രസവട ഇങ്ങനെയല്ലേ കഴിക്കാം. ഓക്കെ, കുറച്ച് രസം കഴിക്കാം. ചമ്മന്തി കൂട്ടി കഴിക്കണം. അങ്ങനെയല്ല, ഒരു കൊള്ളാം, നന്നായിട്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. ഞാൻ മേടിച്ച് മറ്റു ഉഴുന്നോടെ ഇരിക്കുന്നു. പരിപ്പോട. ഇവരുടെ സാമ്പാറിനൊരു സാമ്പാർ ജസ്റ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അവിടുത്തേതല്ല. കൊള്ളാം. ആൻഡ് മൈ ഫേവറേറ്റ് ചിക്കൻ്റെ ഹൃദയം. ഐ ലവ് ചിക്കൻ്റെ ഹൃദയം.
ഓക്കെ, എൻജോയ് മൈ ഡിന്നർ, ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടില്ലേ ഐശ്വര്യ? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഐശ്വര്യൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ സമയം 9 മണി 9:30 ആവാറായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആൻഡ് ഇന്നത്തെ പ്ലാൻ എന്താ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബോളിയും പായസം കഴിക്കാൻ പോകണമെന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിഴക്കേക്കോട്ടെ എവിടെയോ. അപ്പോൾ നമ്മൾ പോകണം കുറച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് നാളെ ഞാൻ അവളുടെ കൂടെ തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നാളെ അവളും റൂമിലോട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഗൈസ്, ഈ പെണ്ണ് കാണുന്ന പോലെയല്ല കേട്ടോ. പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. കൊത്തിപ്പറച്ച് എൻ്റെ കൈ, ആ കാണുന്ന ആ കുഞ്ഞ് കൊക്കില്ലേ, അത് വെച്ചിട്ട് നല്ല മൂർച്ചയാണ്. എൻ്റെ കൈ കൊത്തിപ്പറിച്ച് എൻ്റെ കയ്യിലെ തൊലിയൊക്കെ ചെറുതായിട്ട് പോയി. വികൃതിയാണ് അവള്. അമ്മ എനിക്കിത് സ്പെഷ്യൽ റെസിപ്പി മിന്റ് ആൻഡ് നോമിയുടെ ലാറ്റെ റെഡി ആവുന്നു. സീക്രട്ട് റെസിപ്പിയാണ്, പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞുതരോ താങ്കൾ പ്ലീസ്? ഒന്ന് ഷെയർ ചെയ്യൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. എന്താണ്? എന്റെ അമ്മ പോലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഒന്നുമില്ല, കുറച്ച് ഇഞ്ചി ചതച്ചിട്ടു, കുറച്ച് മിന്റും കൂടെ, അത്രേ ഉള്ളൂ. സിമ്പിൾ. എനിക്ക് വിത്തൗട്ടാണ് കേട്ടോ, വിത്തൗട്ട്. നിങ്ങൾക്ക് ചായ അടിക്കാൻ പോയിക്കൂടെ എന്നാല്? ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് ഏതെങ്കിലും ഒരു കടയിൽ നല്ല പൈസ കിട്ടൂടി. നമുക്കൊരു ചായക്കട ഇടാം, ബിസിനസ്. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല പൂ പോലത്തെ വെള്ളയപ്പം ഉണ്ടായിരുന്നു. അവളുടെ അമ്മ അടിപൊളി കുക്കാണ് കേട്ടോ. ഫുഡൊക്കെ ഗംഭീര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അൽജീനയുടെ വീട്ടിൽ പോവാണ്. ഇവിടെ അടുത്താന്നാ പറഞ്ഞേ. ഇപ്പോൾ റൈഡർ ആയിട്ട് ഐശ്വര്യ ഉണ്ട്. നമ്മളിപ്പോൾ അൽജീനയുടെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. യെസ്, അവിടെ എന്തൊക്കെയൊക്കെ നമുക്ക് ഫുഡൊക്കെ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. നമുക്ക് പോയി നോക്കാം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഉടോ ഉറങ്ങുവാ നട്ടുച്ചയ്ക്ക്. നീങ്ങോട്ട് നീകടി നീകടി നീകടി. വീട്ടിൽ ഗസ്റ്റ് തൊട്ട് ഉറങ്ങല്ലേ? ഞാൻ ഗസ്റ്റാണ്. ഉടോ എന്താണ്? ഫുഡ് നാരങ്ങ വെള്ളം കലക്ക്. അടുക്കള പോടി. മത്ത് സോന അല്ല, സോന മത്ത്. ഉടോ. ഇവളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. വിളിച്ചത് എൻ്റെ തെറ്റാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. അഞ്ചിയുടെ എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് കൊള്ളാം. പ്ലാന്റ് ലവർ അൽജീന. ഹായ്, കമോൺ. നാരങ്ങ വെള്ളം കലക്കി തരൂ. ജ്യൂസ്. എന്താണ് എനിക്ക് സ്പെഷ്യൽ? ഞാനിപ്പോഴാണ് കാണുന്നത്. പത്രത്തിൻ്റെ കൂടെ 3 ഗസ്റ്റ്. ഇത് മാന്തോടി? ഇല്ല മാന്തില്ല.
ടീച്ചടിക്കാൻ പോകും വയ്യ. ഇല്ല മാന്തത്തില്ല. പക്ഷെ എന്നെ പരിചയമില്ലല്ലോ. ചുമ്മാ മാന്തത്തില്ല. ഇതിന്റെ പിള്ളേരാണോ അത്? ഇല്ല, അതായിട്ട് ചേട്ടനാണ്. ചെറുക്കനാ. ഇതോ ഈ കുഞ്ഞിപ്പെണ്ണ് എടുക്കാൻ പറ്റുമോ? എടുത്തോ. എടുത്തോ? കുഞ്ഞിപ്പെണ്ണ് ഇത് പറഞ്ഞ ചേച്ചി നോക്കറ്റ് വാവേനെ. ശുംബടോ ഇത് പെണ്ണാണോ? ഹായ്, സേ ഹായ് ടു മൈ ഓഡിയൻസ്. നീ ഏതാടി നായേ? അൽജീനേൻ്റെ വീട്ടിലത്തെ ലഞ്ച് വാസ് നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് ആൻഡ് ബീഫ് കറിയായിരുന്നു. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു കറിയായിരുന്നു. എന്തായാലും ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റി, വയറ് നിറഞ്ഞു. അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ നമ്മുടെ നാട്ടിൽ അതുപോലത്തെ തന്നെയാണ് കേട്ടോ. ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചക്കപ്പുഴുക്കാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ചക്കപ്പുഴുക്കായിരുന്നു. ഇറ്റ് വാസ് യമ്മി. അതാ ട്രാൻസിഷൻ ഒന്ന് കാണിച്ചേ ഐശ്വര്യ. മറ്റേത് കാണിക്കേ കാണിക്കേ വയറിലാക്കും ഞാൻ. നമ്മൾ പോവുകയാണ്. എന്നെ കൂട്ടാണ്ട് ഇവർ ഒറ്റയ്ക്ക് പോവാണ്. എന്നോട് വരുന്നോന്ന് പോലും ഇവര് ചോദിച്ചില്ല. എത്ര തവണ ഞാൻ ചോദിച്ചു നിന്നോട്. സ്കൂട്ടിയില് എനിക്ക് എന്തായാലും അത് കഴിക്കാൻ വേണ്ടി പോകണം. എന്നെ കൂട്ടാണ്ട് പോവാ. എനിക്ക് ഇവിടെ തിരുവനന്തപുരംകാരിയാണ്, എപ്പോ വേണേലും കഴിക്കാം. നീ മധുരം കഴിക്കാത്ത ആളാ. ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാണ് അൽജീനയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ അൽജീനയുടെ കൊച്ചി വെച്ച് ഇനിയും കണ്ടുമുട്ടാം. പോവാണ് ഗൈസ്, എന്നെ കൂട്ടാണ്ട് പോവാണ്. ഇതിന് വേറെ സ്റ്റോറി ഉണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ബോളിയും പായസം കഴിക്കണം എന്ന മോഹവുമായിട്ട് ഞാൻ എത്തിയത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് ഈ ഒരു ഫേമസ് കട ഉള്ളതെന്ന് പറഞ്ഞു, മഹാബോളി അതാണ് ഈ ഷോപ്പിൻ്റെ നെയിം. ആൻഡ് ഐ നോ ദാറ്റ് ഐ എം ഗോയിങ് ടു ബ്രേക്ക് മൈ ഷുഗർ ഡയറ്റ്. പക്ഷേ നമ്മൾ നോർമൽ ലൈഫിൽ ഞാനിപ്പോൾ ഷുഗർ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ട് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ ഗൈസ്, നിങ്ങൾ പറ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും അത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണം. എൻ്റെ ഭയങ്കര ആഗ്രഹം മൂത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഷുഗർ ഡയറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. നമ്മളുടെ ബോളി പാലട കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇഷ്ടമുള്ളത് കഴിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യണ്ട കുറച്ചും കൂടെ. ഇങ്ങനെ ഒഴിക്കില്ലേ. ഐശ്വര്യക്ക് കണ്ടിട്ട് എന്തോ പോലെ. സന്തോഷം, അനുഭൂതി. ഇതിൽ കൂടെ നമുക്ക് ഫിലിം ഉണ്ടോ? സ്വീറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ എനിക്കൊന്നും എല്ലാവരും ബോളിയും പായസവും കഴിച്ചു, ഞാൻ മാത്രമേ കഴിക്കാൻ പാടില്ല. ഞാൻ മനസ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വന്ന് ട്രൈ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. കഴിക്കങ്ങോട്ട് ഭയങ്കര മധുരം. കുഴപ്പമില്ല. കഴിക്കാനൊക്കെ റോസ്
അങ്ങനെ ആദ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി, കയറാൻ പറ്റിയില്ല. കാരണം ഞാൻ എപ്പോൾ ട്രിവാൻഡ്രം പോയാലും എനിക്ക് പീരീഡ്സ് ആയിരിക്കും ഗൈസ്, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും കയറണം. അങ്ങനെ കുറേ ട്രിവാൻഡ്രം കുറേയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങി, ഇങ്ങനെ എവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. മ്യൂസിയത്തിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ 5 മണി ആവാറായപ്പോൾ പിന്നെ കയറിയില്ല. ഈ ഒരു ചർച്ച് കാണാൻ നല്ല ഭംഗിയില്ല, ഭയങ്കര എസ്തറ്റിക്, ഒരു ഓൾഡ് ലുക്കുള്ള ഒരു ചർച്ച്, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചേട്ടൻ്റെ കൈയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ചൂടുണ്ടോ? ചേട്ടൻ്റെ നഖത്തിൽ നഖത്തിലും വേസ്റ്റ്. അത് ഇന്ന് രാവിലെ അല്ലേ ഞങ്ങളൊരു സിനിമ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ആലിയ ഭട്ടിന്റെ മേത്ത് കാക്ക തൂറും. അപ്പൊ ആലിയ ഭട്ട് പറയും ഭയങ്കര നല്ല ഇതാണ് വരാൻ പോണേന്ന്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ചോദിച്ചു നിന്റെ മേത്ത് എപ്പോഴും കാക്ക വരില്ല. അപ്പൊ എന്റെ മേത്ത് ഇത് വരാനില്ല. ഒന്ന് അനങ്ങാണ്ടിരിക്കോ? ഗൈസ്, ഞങ്ങൾ ഇതിവിടെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേ ഗസ്റ്റ് വന്ന ഞാൻ ഓടിപ്പോന്നു. എൻ്റെ ഈ കോലത്തിൽ കണ്ടവരെ പേടിച്ച്. മമ്മിയാണ് അടുത്ത മമ്മി ഇതിവിടെ റെഡിയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്പർ 3 ട്വിന്നിങ്. കറക്റ്റ് കറക്റ്റ് തള്ളക്ക് ചിരിക്കാനും വഴി എനിക്ക് പിടിച്ചു നിൽക്കുന്നു. ഗൈസ്, ഞാൻ ഇപ്പോൾ ആദ്യ ഉറക്കത്തിലാണ്. 3 മണിയായി. എൻ്റെ ബസ് ഇപ്പോൾ വരും. ബാക്ക് ടു കൊച്ചി. ഒരിടത്തും വരേക്ക് ടാറ്റ പറയാൻ പറ്റിയില്ല. ഐശ്വര്യ ട്രെയിനിനാണ് പോകുന്നത്, അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് പോയി റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഞാനിവിടെ പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. എൻ്റെ ബസ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ കാണുന്ന പോലില്ലല്ലോ. അപ്പം എന്തായാലും വ്ളോഗ് ഇന്നത്തത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു ട്രിവാൻഡ്രം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.